ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയറിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മളും അടിച്ച് പൊളിച്ചെന്നൊന്നും പറയാൻ പറ്റൂല. ന്യൂ ഇയർ മാത്രമല്ല, നമ്മളെ പ്രദീപേട്ടൻ്റെയും ഏട്ടൻ്റെയും സാർത്തൂട്ടൻ്റെയും നമ്മളെ അമ്മാമ്മേൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടീൻ്റെ ദേവൂട്ടി ഇന്നലെ പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത്. പക്ഷേ ദേവൂട്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, എന്നാലും നമുക്ക് വെറുതെ പറയാം ദേവൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇൻട്രോ എടുത്തത് ഞാൻ വായനശാലയിൽ നിന്നാണ്. വായനശാലയിൽ നിന്ന് പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നേരെ നമ്മളെ വായനശാലേൻ്റെ വക പരിപാടി ഉണ്ടായിരുന്നു, പുതുവത്സരാഘോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മളെ ന്യൂ ഇയറിനോട് അടുപ്പിച്ച് 2024 അവസാനവും 2025 തുടക്കവും എന്ന് പറയാം കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മളെ കലാപരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഫോണിന് ഒരു പൊടി ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഫോണ് മാറ്റാൻ നല്ലോണം ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതിന് പറ്റിയതല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഫോണും കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എല്ലാം നമ്മളെ നാട്ടിലുള്ള എല്ലാ കലാകാരികളെയും പിന്നെ പരിപാടികൾ, പാട്ട്, ഡാൻസ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി നാടൻ പാട്ടുകളും പിന്നെ തിരുവാതിര, പിന്നെ നമ്മളെ കുഞ്ഞുമക്കളെ നാടകമെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കാണുന്ന സമയത്ത് ഞാൻ ഏറ്റവും പുറകിലാണ് ഇരുന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് മക്കൾ 1-2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്ത നാടകം എന്നാണ് പറഞ്ഞത്. എല്ലാ പരിപാടിയും നല്ല അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നാടൻ പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കലാപരിപാടികളെല്ലാം പിന്നെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് സമയം പ്രസംഗവും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പം ഞാനും പ്രതിയാണ്ടും മക്കളെയും കൂട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ വായനശാലയിൽ പോയതാണ്. അങ്ങനെ വായനശാല പൂട്ടി ഞാൻ പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് പ്രതിയാട്ടം മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അമ്മയും വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞിട്ടാണ് വന്നിനി ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന്. പക്ഷെ ആരും കഴിച്ചിട്ടില്ല. പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിനെ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഫുഡെല്ലാം കഴിച്ചു. ഏകദേശം പ്രസംഗമെല്ലാം തീരാനാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിതാ സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായിന്. അപ്പോൾ സ്കൂളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമെന്ന്. പുറത്ത് അങ്ങനെ അധികം ആളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സ്റ്റേജിലാണ് ആളെല്ലാം ഉള്ളത്. പിന്നെ ആദ്യം വലിയ ആളൊന്നും ഉണ്ടായില്ല, എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ആളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് കേട്ടോ. നമ്മളെ കിച്ചു മിതു എല്ലാം ഇതാ ആടെ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. കിച്ചു മിതു അവരെ ടീംസെല്ലാം അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിനെ. പുറത്തെല്ലാം കാണാൻ ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ അലങ്കരിച്ചിട്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ദേവൂട്ടിക്ക് ആടി എത്തിയപ്പാട് ഇതാ ദേവൂട്ടിൻ്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ദേവൂട്ടിൻ്റെ കുഞ്ഞിച്ചക്കൻ. അപ്പോൾ അവർ രണ്ടാളും ഭയങ്കര കളിയായിരുന്നു. പിന്നെ വീണ്ടും നമ്മളിതാ പരിപാടി കാണാൻ വേണ്ടിയിരുന്നു. കുറേ ഡാൻസും നാടകവും അങ്ങനെ ഓരോ പരിപാടികളുണ്ടായിരുന്നു. കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പുറത്തെ അലങ്കരിച്ച ലൈറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ എല്ലാം കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാകുമ്പോഴേ ഞാൻ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ വീഡിയോ എടുത്തത് ഫുള്ള് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ കുറേ വേണ്ടാത്ത സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിനെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ കുറച്ച് വീഡിയോസ് ആയിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഇതാ ഈ ഓടുന്നത് എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് 12 മണിയായാലും പൃഥ്വിയാടിനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിയതാണ് കേട്ടോ. പൃഥ്വിയാടിനോട് പോയിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയുവാണ്. അപ്പോൾ ഫോൺ എങ്ങോട്ടേക്കോ ആണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൃഥ്വിയാടിന് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ടായിന്. അങ്ങനെ ഞാൻ പോയി ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞു. വീട്ടിലാണെങ്കിലും കറക്റ്റ് 12 മണിയാകുമ്പോൾ ഞാൻ എണീറ്റിട്ട് പൃഥ്വിയാടിനോട് ഹാപ്പി ബർത്ത്ഡേ എണീക്കൂല, അതുവരെയും ഞാൻ ഉറങ്ങാണ്ട് എന്നിട്ട് 12 മണിക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞ് ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടാണ് കിടക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്താണ് ഇരിക്കുന്നുണ്ടായിനെ. അങ്ങനെ പെട്ടെന്ന് കറക്റ്റ് 12 മണിക്ക് ഞാൻ പോയിട്ട് വിഷ് ചെയ്തു. പിന്നെ അവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കലും പൂക്കുറ്റി എത്തിക്കലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിന്. പക്ഷേ എല്ലാം എൻ്റെ ഫോണിൽ നിന്ന് പോയി.
പിന്നെ നമ്മളെ സ്റ്റേജിൽ ഇതാ നാടൻ പാട്ടും കാര്യങ്ങളെല്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇതാ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ വീഡിയോ പോയി കേട്ടോ. പിന്നെ നമ്മൾ കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ 7 മണി അങ്ങനെ അതിനെ എണീക്കുമ്പം 1:30-2 മണിക്കങ്ങനെ നമ്മൾ വന്ന് കിടന്നത്. അങ്ങനെ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായത്. പിന്നെ പൃഥ്വിയേട്ടന് പണിക്ക് പോകണ്ട, എനക്കും ജിമ്മ് ലീവായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലേറ്റായി എണീറ്റു. അപ്പോൾ നമ്മളെ പൃഥ്വിയേട്ടനെ ഞാനിതാ പീടികയിലേക്ക് പറഞ്ഞു വിടുവാണ്. തലേന്ന് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ദോശക്ക് അരക്കാൻ അരി വെള്ളത്തിലിടാൻ മറന്നുപോയിന്. പിന്നെ വേറെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ പോയിട്ട് കുറച്ച് റവയും പഴവും വാങ്ങിയിട്ട് പോവാം, നമുക്കിന്ന് ഉപ്പുമാവും പഴവും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പൃഥ്വിയേട്ടനെ പീടികയിലേക്ക് അയക്കുവാണ്. നമ്മൾ ദേവൂട്ടി ഈ സമയം വരെ ആയിട്ടും എണീറ്റിട്ടുണ്ടായിട്ടില്ല. സമയം 8:30-8:45 അങ്ങനെ ആയിട്ടുണ്ടായിന്. ദേവൂട്ടി എണീറ്റിട്ടുണ്ടായിട്ടില്ല. നന്ദു ഏകദേശം കുളിക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നന്ദുവിനോട് ഞാനിങ്ങനെ ആ സമയത്ത് ചോദിച്ചു, നന്ദു തലേ ദിവസം ഒരു കാർഡ് ആക്കുന്നുണ്ട് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛന് ആ കാർഡ് കൊടുത്തു. അന്നേരം എന്നോട് പറഞ്ഞു ഇല്ല, ഞാൻ കാർഡ് പിന്നെ കേക്ക് മുറിക്കുമ്പം കൊടുക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേക്ക് മുറിക്കുന്നില്ല, അമ്മേൻ്റെ അടുത്ത് കേക്ക് വാങ്ങാനില്ല ബഡ്ജറ്റും കൂടി ഇല്ല മോളെ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഞാൻ പൃഥ്വിയേട്ടന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തത്. വലിയ സംഭവം ഒന്നല്ല കേട്ടോ, ഒരു മുണ്ടാണ് വാങ്ങിക്കൊടുത്തതിന്. മറ്റേ കളർ മുണ്ടില്ലേ, ഒരു നല്ലൊരു പിങ്ക് കളറിൽ ഒരു മുണ്ടാണ്. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ നിന്നെല്ലാം പോയി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി പോയത് എന്തായാലും കിട്ടൂലല്ലോ. അപ്പോൾ നന്ദു ആയിരുന്നു ഇങ്ങനെ പറയുവാന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കണം എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നടക്കൂല, കേക്ക് വാങ്ങൽ എങ്ങനെയൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. ന്യൂ ഇയറും ബർത്ത്ഡേയും എല്ലാമാണ് സാധാരണ നമ്മളിങ്ങനെ ഇടയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലായിരുന്നു അപ്പോൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിന്. പിന്നെ രാവിലെ അമ്മ വിളിച്ചാൽ എന്നോട് ചോദിച്ചു കേക്ക് വാങ്ങുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു ഇല്ല വാങ്ങുന്നില്ല, സാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് പിന്നെ അതൊരു വിഷമമായി. എന്നിട്ട് പിന്നെ പറഞ്ഞു എന്തായാലും കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവർ പൈസയെല്ലാം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വൈകുന്നേരം ഞാൻ വായനശാലയിൽ പോയിട്ട് വരുമ്പം കേക്ക് വാങ്ങിയിട്ട് വരാം, എന്നിട്ടാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരമല്ലേ എല്ലാവരെയും കിട്ടൂലോ, അല്ലാണ്ട് പകലെല്ലാവരും സ്കൂളിലും പിന്നെ അങ്ങും ഇങ്ങെല്ലാം പോവും. പിന്നെ അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് വായനശാലയിൽ പോകാൻ സമയമാവും. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മുണ്ടിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇതാണ് മുണ്ട്, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അതായിരുന്നു കേട്ടോ. പൃഥ്വിയേട്ടന് ഇഷ്ടമായിനെ. വലിയ ഗിഫ്റ്റൊന്നും അല്ലെങ്കിലും അത് പൃഥ്വിയേട്ടന് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നി. അത്യാവശ്യമുള്ള സാധനമാണ് ഇങ്ങനത്തെ മുണ്ടുകൾ. പൃഥ്വിയേട്ടന് ഇപ്പോൾ ഉടുത്തിട്ടുള്ളത് മുമ്പ് ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു മുണ്ടാണ്. അത് കളറെല്ലാം പോയി, അതെന്തോ ഒരു കറയെല്ലാം പറ്റിയിട്ട് ഇതായിനെ. അപ്പോൾ അതിലേക്കൂടി ബൈക്കിൽ പോയ ഒരു കുട്ടീനെ കണ്ട, കുട്ടിയല്ല ഒരു ചെക്കൻ, ഓൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഓനോടും നാദിഷ് എന്നാണ് അവൻ്റെ പേര്. ഓൻ മടപ്പുരക്കിലേക്ക് പോയതാണ്. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ എൻ്റെ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്, എൻ്റെ ബുക്ക് കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ടോപ്പ് എനിക്ക് എൻ്റെ ചക്കര ആപ്പൻ്റെ മോൾ അടിച്ചു തന്ന ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാനൊന്നും സമയമില്ല. നല്ല അടിപൊളി ടോപ്പാണ്, മാക്സ് തുണി കൊണ്ട് അടിച്ചതാണ്. അപ്പോൾ ഓള് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഓൾ എനിക്കൊരു അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തന്ന ടോപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ എൻ്റെ ബാഗിൽ ഭയങ്കര കനമുണ്ട് കേട്ടോ, ഒരുപാട് ബുക്സ് ഉണ്ട് ബാഗിൽ. അപ്പോൾ അതും തൂക്കിയിട്ട് വേണം ഞാനിങ്ങനെ നടന്ന് ഓരോ വീട്ടിലും ബുക്കുകൾ കൊണ്ടു കൊടുക്കാൻ. ഇന്നെന്തായാലും പൃഥ്വിയേട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പൃഥ്വിയേട്ടനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബുക്കെല്ലാം കൊണ്ടു കൊടുത്ത് വന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ടാകുമ്പോൾ ഞാൻ ട്യൂഷൻ എടുത്തു. പിന്നെ വീണ്ടും വായനശാലയിൽ പോയി. അതിൻ്റെ എല്ലാ വീഡിയോസ് പോയി എൻ്റെ ഫോണിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് നമ്മൾ കേക്കും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ. ചോറിന് എന്താ ഞാൻ സാമ്പാറും പിന്നെ തൈര് പിന്നെ പരിപ്പും ചീരയും കറി ക്യാബേജ് ചോറ് അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ കേക്കും കൊണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. ദേവൂട്ടിന് ആദ്യം നമ്മൾ കേക്ക് വാങ്ങിയിട്ടില്ല എന്നിട്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറക്റ്റ് സമയത്തിന് ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് ഏട്ടത്തിമേനെയും പിള്ളേരെയും വിളിച്ചു. പിന്നെ സൈഡിൽ പ്രതീക്ഷേട്ടൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഏട്ടൻ്റെയും അമ്മാമ്മേൻ്റെയും സാർത്തൂൻ്റെയും എല്ലാം ബർത്ത്ഡേ ആണ്. അപ്പോൾ ഏട്ടനീടെ ഇല്ല. അമ്മാമ്മയോട് കുറേ പറഞ്ഞിട്ടുണ്ടായിന് ഒന്നിച്ച് നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ. രണ്ടാൾക്കും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന്. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും അമ്മമ്മ നിന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അമ്മമ്മ സൈഡിലവിടെ നിൽക്കുക ചെയ്തേ. പിന്നെ എന്താണ് നമ്മളെ സാർത്തൂനി ഇതുനി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സാർത്തൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. പിന്നെ അനുഷേൻ്റെ അച്ഛമ്മ മരിച്ചിന് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. 2 ദിവസമല്ലേ ആയില്ലോ. അപ്പോൾ സാർത്തൂട്ടിന് ഇതുനി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു.
വേറെ എന്താ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് കേക്കെല്ലാം കഴിച്ച് ഒരു കുഞ്ഞ് കേക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. പിള്ളേരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ നന്ദൂനെല്ലാം തലേ ദിവസം വയറിന് സുഖമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ക്രീമുള്ള കേക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. സാധാ നോർമൽ കേക്കില്ലേ, മുകളിൽ മാത്രം ജസ്റ്റ് കുറച്ച് ക്രീമില്ലേ, വാനിലേൻ്റെ ആ ഒരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിച്ചിട്ട് ഇതാ അവരെല്ലാം അവരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ എന്താണ്, പിന്നെ നമുക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി എല്ലാവർക്കും ഫുഡ് കൊടുക്കണം, കിടന്നിറങ്ങണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ എന്താണ് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും പറയാനില്ല. ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. പിള്ളേർക്ക് പിന്നെ എല്ലാവരും കട്ട് ചെയ്യുന്ന കാണുമ്പം അവർക്കൊരു ഇതല്ലേ, അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും 2025 മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂലേ? വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.